നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അണ്ടർ 20 സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് അഥവാ അണ്ടർ 20 കോപ്പ അമേരിക്ക അത് വെനിസുലയിൽ നടക്കുകയാണല്ലോ. ആദ്യ റൗണ്ടിൽ ബ്രസീലിനെ അർജന്റീന തകർത്ത് തരിപ്പണമാക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ രണ്ടാം റൗണ്ടിൽ ബ്രസീൽ വിജയവഴിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അർജന്റീനയ്ക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം ബ്രസീൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ബൊളീവിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മത്സരത്തിൽ ഗബ്രിയൽ മോസ്കാർഡോ ഗോളടിച്ചു. അത് പ്രത്യേകം എടുത്തു പറയണം. ആദ്യ മത്സരം ബ്രസീൽ തോറ്റ സമയത്ത്, അർജന്റീനയുടെ നാണം കെട്ട സമയത്ത് മാപ്പുമായി രംഗത്തേക്ക് വന്നയാളാണ് ഗബ്രിയൽ മോസ്കാർഡോ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് അല്ല വന്നത്, പക്ഷെ നമ്മൾ പുറത്തായിട്ടില്ല. വരും മത്സരങ്ങളിൽ നമ്മൾ തിരിച്ചടിക്കും, വിജയിക്കും, തിരിച്ചു വരും. നിങ്ങളോട് ഞാൻ ടീമിന് വേണ്ടി മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ ഇതാ ദൃഢനിശ്ചയത്തോടുകൂടി കളിക്കളത്തിലേക്ക് ഇറങ്ങി 14-ാമത്തെ മിനിറ്റിൽ ബ്രസീലിനായിട്ട് ഗോൾ അടിച്ചു. ടീമിന് ലീഡ് നേടിക്കൊടുത്തു. 28-ാമത്തെ മിനിറ്റിൽ ബൈഡന്റെ ഗോൾ കൂടി വന്നപ്പോൾ ബ്രസീൽ 2-0 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് കളിക്കളം വിട്ടത്. എന്നാൽ രണ്ടാം പകുതിയിൽ കാൻഡല്ല ബെസാന്റെ ഗോളിലൂടെ ബൊളീവിയ ഒരു ഗോൾ മടക്കി. പക്ഷെ ബ്രസീൽ 2-1 വിജയം ഒടുവിൽ ആഘോഷം. അതേസമയം ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയം ബ്രസീലിന് മേൽ നേടിയ അർജന്റീനക്ക് രണ്ടാം മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. കൊളംബിയ അവരെ 1-1 സമനിലയിൽ കുരുക്കി. കളിയുടെ 33-ാമത്തെ മിനിറ്റിൽ പെരേരയുടെ ഗോളിലൂടെ കൊളംബിയ മുന്നിലെത്തിയെങ്കിലും ഒടുവിൽ എച്ചിവേരി 36-ാമത്തെ മിനിറ്റിൽ അർജന്റീനയ്ക്ക് വേണ്ടി സമനില നേടിക്കൊടുത്തു. പിന്നീട് ഗോളുകൾ പിറക്കാതെ വന്നതോടെ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ഇപ്പോൾ സൗത്ത് അമേരിക്കൻ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ്, അതായത് അണ്ടർ 20 കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് ബിയിൽ അർജന്റീന 2 കളികളിൽ നിന്ന് 4 പോയിന്റോടെ ഒന്നാമതാണ്. അതുപോലെ ഇക്വഡോർ ഒരു കളി കളിച്ചു, 3 പോയിന്റോടെ അവർ രണ്ടാമത്. ബ്രസീൽ 2 കളികളിൽ നിന്ന് 3 പോയിന്റോടെ മൂന്നാമത്. ഇതാണ് നിലവിലെ ഗ്രൂപ്പിലെ ഒരു സ്ഥാനം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.